നമ്മളിന്ന് നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബീഫ് വരട്ടിയത്, ബീഫ് റോസ്റ്റ് വെള്ളമില്ലാണ്ട് ഞാൻ ഇതുപോലെയാണ് വരട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെ ആയാലും പൊറോട്ടൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും ഏതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താ, ഞാൻ 1 കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ട്. ബീഫ് വാങ്ങിയിട്ട് അതിൽ നല്ലപോലെ ഇനി കഴുകി വെള്ളം വരാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. ബീഫ് വരട്ടാൻ വാങ്ങുമ്പോൾ, റോസ്റ്റ് ചെയ്യാനൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് നെയ്പ്പോട് കൂടിയിട്ടുള്ളത് വാങ്ങുക. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ അതിൽ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാതാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതാ ബീഫൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇത് 1 കിലോ ബീഫാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടി ഇട്ടിട്ട് പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മളിത് വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. കുക്കറിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ കൈ കൊണ്ട് നല്ലപോലെ മസാലയൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിലടിച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ 3 വിസിലടിച്ചിട്ടാണ് ഞാനത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1 പിടി ചെറിയ ഉള്ളി നല്ലപോലെ തൊലിച്ച് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ 1 കുടം വെളുത്തുള്ളി, വലിയ 1 കുടം വെളുത്തുള്ളിയും പിന്നെ 1 പീസ് ഇഞ്ചി ഇട്ട് നല്ലപോലെ ചതച്ചതിന് ശേഷം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മളിനി കുക്കർ അടച്ച് വയ്ക്കും. കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ ഇതിൽ 4 വിസിലാണ് അടുപ്പിക്കുന്നത്. അത് നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ അനുസരിച്ചുള്ള വേവായിരിക്കും. ചില ബീഫുകൾ നല്ല മൂത്തിട്ടുണ്ടാകും, അപ്പോൾ നല്ല വിസിലടിക്കേണ്ടി വരും. ചില കുക്കറും അതെ കുറേ വിസിലടിച്ചിട്ടുണ്ടെങ്കിലേ വേവുള്ളൂ. അപ്പോൾ നമ്മളിതൊരു 1/4 വേവാക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി. അതിന് എത്ര വിസിലാണ് നിങ്ങൾ അടുപ്പിക്കുന്നത് വെച്ചാൽ അത് അടുപ്പിച്ച് ഒരു 1/4 വേവാക്കി മാറ്റി വെക്കും. ബാക്കിയുള്ള വേവ് നമ്മൾ മസാല ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊരു 4 വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. ഞാൻ ക്യാബേജ് മുഴുവനൊന്നും എടുക്കില്ല, ബാക്കിയൊക്കെ എടുത്തിട്ട് നമ്മൾ പൊടിയായി അരിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ഉപ്പേരി ഉണ്ടാക്കും. ഇനി നമുക്കിതിൻ്റെ എയർ മുഴുവനും പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. ആ എയർ പോണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഞാനിതിലേക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള മസാലയാണ് ഇടുന്നത്. ഈ മസാല ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള മുളക് എടുക്കുന്നുണ്ട്. ഞാനിത് എടുത്തിരിക്കുന്നത് കാശ്മീരി മുളകാണ്. അതൊക്കെ നല്ലപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. ഞാനത് മാറ്റി വെച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ എയറൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇനി ഞാനിപ്പോൾ ഈ മസാല പൊടിച്ചത് നിങ്ങളുടെ അടുത്ത് അങ്ങനെ പൊടിക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടാൽ മതി. ഇനി നമുക്കിതൊരു മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ ആകെ ഇതിലേക്ക് ഈ 2 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ ഒഴിക്കണുള്ളൂ. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ നല്ല പൊട്ടി വന്നപ്പോൾ ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചിട്ടിട്ടുണ്ട്, നീളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഞാനതിലേക്ക് ഒരു വലിയ ഉള്ളി, ഇത് വലിയ ഉള്ളിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു വലിയ ഉള്ളി എടുത്ത് നല്ലപോലെ സ്ലൈസ് ആക്കാനല്ലാതെ അരിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ വഴന്നിട്ടുണ്ട്. വഴന്നതിന് ശേഷം ഞാനതിലേക്ക് 2 തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ട് നല്ലപോലെ സോഫ്റ്റായി നമുക്ക് തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ പേസ്റ്റ് ഇട്ടത് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം നല്ലപോലെ പോയതിന് ശേഷം പിന്നെ നമ്മളിത് വറുത്ത് വെച്ച പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. പിന്നെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ട് നല്ലപോലെ നമ്മൾ എണ്ണ തെളിയുന്നേരം വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഞാൻ എണ്ണയിലൊന്നല്ല ചെയ്തിരിക്കുന്നത്. ബീഫിൻ്റെ
ആ കൊഴുപ്പിലാണ് ഞാനതിങ്ങനെ വരട്ടി എടുക്കുന്നത് കേട്ടോ. അതിനാണ് കുറച്ച് ചെറിയൊരു കൊഴുപ്പോട് കൂടിയിട്ട് ബീഫ് വാങ്ങാൻ പറഞ്ഞത്. പിന്നെ മസാലയൊക്കെ വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ടിട്ടുണ്ട്. ബീഫിൽ നമ്മൾ തുള്ളി വെള്ളം ഇല്ലാണ്ടാണ് വേവിച്ചെടുത്തെന്നാലും അതിൽ അത്യാവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ബീഫും കൊട്ടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ പൊടിച്ച പൊടിയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ എന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. അപ്പോൾ കുറച്ച് നേരം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പോഴേക്കും നമ്മളിട്ട വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ മസാലയിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ്. അത് കമാന്നുള്ളൊരു മണമാണ് ഇതിൽ. നമ്മൾ ഫ്രഷ് ആയിട്ട് മസാല പൊടിച്ചിട്ടുകൊണ്ടാണ് അത്ര മണവും നല്ല ടേസ്റ്റും. ഇനി ഞാനിതും അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് തന്നെ നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കുട്ടികൾ കളിക്കുന്ന കണ്ടപ്പോൾ വെറുതെ ഒന്നും ഇങ്ങനെ വീഡിയോ എടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല. നല്ലപോലെ ഇത് ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ദമ്മിടും പോലെ ചെറുതാക്കി തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കുക. ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനും ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.